Hello everyone. Welcome to the eye opener video of Thanam Smart Savings and Investment Solutions. 90 ദിവസത്തെ ടെമ്പററി പോസ് പ്രഖ്യാപിച്ച് ട്രംപ്. മാർക്കറ്റിൽ എന്തൊക്കെ മൂവ്മെന്റ് ആണ് വരാൻ കാത്തിരിക്കുന്നത്? ഏപ്രിൽ 9 ബുധനാഴ്ച US സ്റ്റോക്ക് മാർക്കറ്റിൽ സമീപ വർഷങ്ങളിലെ ഏറ്റവും ശക്തമായ റാലികളിൽ ഒന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ റെസിപ്രോക്കൽ താരിഫ് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള പ്രഖ്യാപനത്തെ തുടർന്ന് ഇൻവെസ്റ്റേഴ്സിന്റെ വികാരം പോസിറ്റീവായി ഉയർന്നു. ട്രംപിന്റെ ഈ ഡിക്ലറേഷൻ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ US സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രതിഫലിച്ചു. പ്രധാന ഇൻഡെക്സ് ആയ S&P 500 2008 ശേഷമുള്ള ഏറ്റവും വലിയ കുതിച്ചുചാട്ടം കാണിക്കുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായ വലിയ ലോസുകൾ നികത്തുകയും ചെയ്തു. ഇതോടെ ലോകത്തെ 500 ധനികരുടെ സമ്പത്ത് ശരാശരി 3.5% വരെ വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തുന്നത്. ബോയിങ്, കാറ്റർപില്ലർ പോലെയുള്ള എക്സ്പോർട്ട് ഓറിയന്റഡ് കമ്പനികളിലെ നേട്ടങ്ങൾ കാരണം ഡൗ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് 1100 പോയിന്റിലധികം ഉയർന്നു. ടെക്നോളജി, ഇൻഡസ്ട്രീസ്, കൺസ്യൂമർ ഡിസ്ക്രിപ്ഷൻ എന്നിവ ഉൾപ്പെടെയുള്ള സെക്ടറുകളിൽ വ്യാപകമായ ബൈയിങ് കാണിക്കുന്ന തരത്തിൽ S&P 500 4.9% വരെ ഉയർന്നിരുന്നു. അതേസമയം തന്നെ നാസ്ഡാക്ക് കോമ്പോസിറ്റ് 5.3% ആയും ഉയർന്നു. മൈക്രോസോഫ്റ്റ്, ആമസോൺ, ടെസ്ല തുടങ്ങിയ പ്രധാന ടെക് പ്ലേയേഴ്സ് ഈ നേട്ടത്തിന് നേതൃത്വം നൽകി. ചൈനയുമായിട്ടുള്ള ക്രിയേറ്റീവ് ബിസിനസ് ചർച്ചകൾ നടക്കുമെന്ന പ്രതീക്ഷകളും സമീപകാലത്തെ ഓവർ സെല്ലിംഗിന് ശേഷമുള്ള ബൗൺസ് ബാക്കുകൾ പോലെയുള്ള ടെക്നിക്കൽ ഫാക്ടേഴ്സും ഈ ഒരു തിരിച്ചുവരവിന് സപ്പോർട്ട് നൽകി. എക്സ്പോർട്ട് സെക്ടേഴ്സ് ആണ് ഈ ഒരു ഡിക്ലറേഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ നേട്ടം കണ്ടത്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് താരിഫ് താൽക്കാലികമായി നിർത്തിവെച്ചതിനെ ട്രേഡ് കോൺഫ്ലിക്ട്സ് കുറയ്ക്കുന്നതിന്റെ സൂചനയായി വ്യാഖ്യാനിച്ചു. ഇതായിരുന്നു ഈ ഒരു വലിയ നേട്ടത്തിന്റെ കാരണം. ഓവറോൾ നോക്കുമ്പോൾ വാൾസ്ട്രീറ്റ് ശക്തമായ ഒരു തിരിച്ചുവരവ് ഈ ഒരു ദിവസം അടയാളപ്പെടുത്തിയിരുന്നു. ഇത് ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ് പുതുക്കിയതായും വിശാലമായ ഗ്ലോബൽ മാർക്കറ്റ് ശുഭാപ്തി വിശ്വാസത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതായും സൂചിപ്പിക്കുന്നുണ്ട്. വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി എന്താകും എന്ന് നമുക്ക് നോക്കാം. ചൈന ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായ 10% യൂണിവേഴ്സൽ താരിഫ് തുടരുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 90 ദിവസത്തെ ടെമ്പററി പോസ്റ്റ് ചർച്ചകൾക്കായി വിനിയോഗിക്കും. ഇത് നീട്ടാനും സാധ്യതയുണ്ട്. മറ്റു രാജ്യങ്ങൾ, എസ്പെഷ്യലി ഇന്ത്യ, യൂറോപ്പ് പോലെയുള്ള വലിയ രാജ്യങ്ങൾ, ഒരുപക്ഷെ ജപ്പാൻ, കൊറിയ പോലെയുള്ള US അലിയുടെ ട്രംപിന്റെ പിൻവാങ്ങലിൽ ധൈര്യപ്പെടുകയും ട്രേഡിൽ US ചെറിയ ഇളവുകൾ നൽകാൻ ശ്രമിക്കുകയും ചെയ്യും. US സംബന്ധിച്ചിടത്തോളം 10% താരിഫുകൾ, ചില ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ളവ, ചൈന താരിഫുകൾ എന്നിവ ഇപ്പോഴും കുറഞ്ഞ വളർച്ചയും ഉയർന്ന ഇൻഫ്ലേഷനും കാണിക്കുന്നു. എന്നിരുന്നാലും ഭയപ്പെടേണ്ട റേഞ്ചിൽ അല്ല ഇതൊക്കെ എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഗ്ലോബൽ എക്കണോമിക്കും ഗ്ലോബൽ ട്രേഡുകൾക്കും ഇത് ഒരു വലിയ ആശ്വാസമാണ്. 90 ദിവസത്തെ ടെമ്പററി പോസ് ചൈന ഒഴികെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. എന്നാൽ ചൈനയോടുള്ള ട്രേഡ് വാർ കടുത്തതോടെ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടുകൾക്ക് താരിഫ് 125% വർദ്ധിപ്പിച്ചിരുന്നു. ഇതുവഴി ഗ്ലോബൽ മാർക്കറ്റിൽ വീണ്ടും ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രധാന പ്രവചനങ്ങളും മേഖലാ സ്വാധീനങ്ങളെ പറ്റിയും നമുക്ക് നോക്കാം. കീ പ്രഡിക്ഷൻസ് ആൻഡ് സെക്ടോറിയൽ ഇമ്പാക്ട്. എക്സ്പോർട്ട് ഓറിയന്റഡ് സെക്ടറുകളിൽ IT-യിൽ ഇൻഫോസിസ്, TCS, HCL ടെക്, അതുപോലെ ഫാർമ സെക്ടറിൽ സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, ഓട്ടോ സെക്ടറിൽ റിലേറ്റഡ് കമ്പനികൾ മദർസൺ സുമി, ഭാരത് ഫോർജ് തുടങ്ങിയ സെക്ടറുകൾക്ക് ഇത് ഗുണം ചെയ്തേക്കാം. US ടെക് സ്റ്റോക്കുകൾ കുതിച്ചുയർന്നതോടെ ഇന്ത്യൻ IT കമ്പനികൾക്കും നിക്ഷേപകർക്കും കോൺഫിഡൻസ് മെച്ചപ്പെട്ടേക്കാം. ട്രേഡ് വാറിന്റെ ആ ഒരു ഫിയർ ലഘൂകരിക്കുന്നതോടെ ഗ്ലോബൽ ഡിമാൻഡ് പ്രതീക്ഷകൾ മെച്ചപ്പെടുന്നതിനാൽ ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ, വേദാന്ത തുടങ്ങിയ മെറ്റൽ സ്റ്റോക്കുകൾക്ക് വലിയ സ്ഥിരതയോ മിതമായ ഉയർച്ചയോ കാണാൻ കഴിഞ്ഞേക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, FII ഇൻവെസ്റ്റ്മെന്റ് പുനരാരംഭിച്ചേക്കാം എന്നുള്ളതാണ്. ആഗോളതലത്തിൽ ഒരു പോസിറ്റീവ് അന്തരീക്ഷം വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്ത്യ പോലെയുള്ള വളർന്നു വരുന്ന മാർക്കറ്റുകളിലേക്ക് തിരിച്ചു വരാൻ പ്രോത്സാഹിപ്പിക്കും. ഇത് നിഫ്റ്റി 50, സെൻസെക്സ് പോലെയുള്ള ഇൻഡെക്സുകളെ ഷോർട്ട് ടൈമിലേക്ക് സപ്പോർട്ട് ചെയ്യാനും മതിയായേക്കും. ഷോർട്ട് ടൈം വോളറ്റാലിറ്റി കുറഞ്ഞേക്കാം. US ചൈന ട്രേഡ് വാറിന്റെ പൂർണ്ണമായ ഭയം കുറയുന്നതിനാൽ മാർക്കറ്റുകളിലെ ഇൻസ്റ്റബിലിറ്റി കുറഞ്ഞേക്കാം. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥിരതയുള്ളതും പരിധിക്ക് അതീതവുമായ ട്രേഡിംഗുകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതുമാണ്. നിഫ്റ്റി, സെൻസെക്സ് ഔട്ട്ലുക്ക് നോക്കിയാൽ ഡൊമസ്റ്റിക് മാക്രോ എക്കണോമിക് ഡാറ്റയും ഈ ഒരു ട്രെൻഡ് പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50 പ്രധാനപ്പെട്ട ഡിഫൻസീവ് പൊസിഷനുകളിലേക്ക് നീങ്ങിയേക്കാം. ഇത് 22,750, 22,900 പോലെയുള്ള ഉയർന്ന റേഞ്ചുകൾ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ഗ്ലോബൽ ഇൻഡിക്കേഷൻസ് പോസിറ്റീവായി തുടരുകയാണെങ്കിൽ സമീപ ഭാവിയിൽ സെൻസെക്സ് 75,500, 76,000 റേഞ്ച് വരെ കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു കുതിപ്പ് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും താരിഫുകളിൽ 90 ദിവസത്തെ ടെമ്പററി പോസ് ആണ് നിലവിൽ വന്നിരിക്കുന്നത്. ആയതിനാൽ ലോങ് ടൈമിലേക്ക് തീർച്ചയായും വലിയൊരു ഉറപ്പ് നമുക്ക് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ചൈനയ്ക്ക് ഈ ഒരു റിലാക്സേഷൻ ലഭിക്കുന്നുമില്ല എന്നുള്ള 2 കാരണങ്ങളാണ് ഈ ഒരു രീതിയിൽ ചിന്തിക്കാനുള്ള കാരണം.
അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് ജാഗ്രത പാലിക്കുകയും അടിസ്ഥാനപരമായ സ്ട്രോങ് ആയ സ്റ്റോക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം. ഇനി ഒരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ഒരു ചേഞ്ചസ് മികച്ച നേട്ടത്തിന് വഴിവെക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. US വിപണിയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ശുഭാപ്തി വിശ്വാസത്തിന്റെ ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ട്. ഷോർട്ട് ടൈമിലേക്ക് ഈ ഒരു കുതിപ്പ് തുടരാൻ ഇന്ത്യൻ മാർക്കറ്റിന് നല്ല സാധ്യതയുണ്ട്. ഗ്ലോബൽ ഇൻഡിക്കേറ്റേഴ്സ്, FII ആക്ടിവിറ്റി, സെക്ടറൽ സ്പെസിഫിക് ട്രെൻഡുകൾ എന്നിവ നിരീക്ഷിച്ച് ഇൻവെസ്റ്റേഴ്സ് വളരെ മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് തീർച്ചയായും നല്ല ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടതിൽ സന്തോഷം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ ചെറിയ ചെറിയ കമന്റുകൾ എഴുതി നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.